കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലൊരു വീഡിയോ പരമ്പര തുടങ്ങിയിരുന്നു. ആ പരമ്പരയിൽ ഞാൻ പറഞ്ഞു വന്നത് സ്വർഗീയ നിത്യപ്രത്യാശ എന്നുള്ള കാര്യമാണ്. ആ വീഡിയോയിൽ ഞാൻ 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെ വാക്യങ്ങളാണ് ഞാൻ അതിന് ആധാരമായിട്ട് ഞാൻ പങ്കുവെച്ചത് എന്ന് ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഇന്ന് അതിലെ 2ാമത്തെ വീഡിയോ, സ്വർഗീയ നിത്യപ്രത്യാശ എന്നുള്ള വിഷയത്തിലെ 2ാമത്തെ വീഡിയോ ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് റെഫറൻസുകളുടെ അടിസ്ഥാനത്തിലല്ല ഞാൻ ഈ വിഷയം പറയുന്നത്. ഞാൻ ചില വേദഭാഗങ്ങൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ച് തരിക എന്ന് മാത്രമേ ഈ പഠന പരമ്പരയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. റെഫറൻസുകളൊക്കെ എടുത്താൽ വീഡിയോ ദൈർഘ്യമായി പോകും, ഒരുപാട് കാര്യങ്ങൾ പറയാനും ഉണ്ടാകുമല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പോൾ ഇത്രയും ദീർഘമായ ഒരു വേദഭാഗത്തെ എത്രത്തോളം ഷോർട്ടായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റും എന്ന് എനിക്കറിയില്ല. ഞാൻ അതിനായിട്ട് ശ്രമിക്കാം. കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ സ്വർഗീയ നിത്യപ്രത്യാശയെക്കുറിച്ച് ഈ വേദഭാഗത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മരിച്ച് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം മരിച്ചു ഉയർത്തെഴുന്നേറ്റാലും അല്ല, കർത്താവ് ഇപ്പോൾ വന്ന ജീവനോടെ രൂപാന്തരപ്പെട്ടാലും നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുകയാണല്ലോ ചെയ്യുന്നത്. അപ്പം എടുക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ നേരെ ബേമ എന്ന് പറയുന്നതായിരിക്കുന്ന ദൈവിക കോർട്ടിൻ്റെ മുമ്പിലേക്കാണ് നമ്മൾ ചെല്ലുന്നതെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഓരോരുത്തർക്കും അവരവർ ചെയ്തതിന് തക്കവണ്ണം പ്രതിഫലം വാങ്ങുകയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിനുശേഷം നാം സ്വർഗീയ മഹത്വത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും സ്വർഗത്തിൽ നമുക്കായി ദൈവം ഒരുക്കിയിരിക്കുന്ന അധികാരത്തിലേക്ക് നമ്മളെ ആക്കി വയ്ക്കുകയും ചെയ്യും എന്നുള്ളതാണ് തിരുവെഴുത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ സ്വർഗത്തിൽ നമ്മൾ പ്രാപിക്കാൻ പോകുന്നതായിരിക്കുന്ന അധികാരം എന്തൊക്കെയാണ്, നമ്മുടെ സ്ഥാനമാനങ്ങൾ എന്തൊക്കെയാണ്, നമ്മളവിടെ ഏത് വിധമായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ പറയണം. ഇതൊക്കെ പല വീഡിയോകളിലൂടെയാട്ടോ പറയാൻ പറ്റുള്ളൂ. എന്നാൽ ഇന്ന് ഞാൻ ഈ വേദഭാഗത്തു നിന്ന് നമുക്ക് അവിടെ ലഭിക്കാൻ പോകുന്നതായിരിക്കുന്ന അധികാരം, സ്ഥാനം, നമ്മൾ അവിടെ കൈയാളാൻ പോകുന്നതായിരിക്കുന്ന ഭരണം, അതെന്തായിരിക്കും എന്ന് ഞാൻ ഈ വേദഭാഗത്തു നിന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനാണ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള വാക്യങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്ക് ആ വേദഭാഗം നമുക്കൊന്ന് വായിക്കാം. അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട്. അപ്പം ഇവിടുത്തെ സന്ദർഭം നമുക്ക് മനസ്സിലായല്ലോ. എഫേസിലുള്ളായിരിക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടിയിട്ട് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പ്രാർത്ഥിക്കുന്ന 4 കാര്യങ്ങൾ പറയുകയാണ്. എന്തൊക്കെയാണ് അവരിൽ ഉണ്ടാകേണ്ടത്, അവരുടെ ആത്മീയ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന 4 കാര്യങ്ങളെക്കുറിച്ച് പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വേദഭാഗമാണ് ഇതിൻ്റെ ആദ്യ വേദഭാഗം. അപ്പോൾ അത് ചിന്തിച്ച് പോയാലേ നമുക്ക് ആ സ്വർഗീയ പ്രത്യാശയിലുള്ള നമ്മുടെ സ്വർഗത്തിലുള്ളായിരിക്കുന്ന നമ്മുടെ വാഴ്ച, നമ്മുടെ അധികാരം, ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ അവിടെ ആ പ്രാർത്ഥനയിൽ ഒന്നാമതായിട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കർത്താവായി അവിടെ പറയുകയാണ്, പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും. ഒന്നാമത്തെ പ്രാർത്ഥന അതാണ്. അതായത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായിരിക്കുന്ന ദൈവം, മഹത്വവനായിരിക്കുന്ന ദൈവം, ആ ദൈവത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന പരിജ്ഞാനം നിങ്ങൾക്ക് തരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ്. തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പരിജ്ഞാനമില്ലാകിയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു എന്ന്. ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചും മനുഷ്യനുള്ളായിരിക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടലുകളെക്കുറിച്ചും ലോകത്തിലുള്ള മനുഷ്യർക്ക് ശരിയായിരിക്കുന്ന കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ട് വിശ്വാസികളിൽ തന്നെയും, വിശ്വാസികൾ എന്ന് പറയുന്നവരിൽ തന്നെയും അനേകർ വീണു പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ പൗലോസ് എഫേസോസിലുള്ളായിരിക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒന്നാമതായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? നമ്മുടെ സ്വർഗീയ പിതാവിനെക്കുറിച്ച് നമ്മൾ ആ പരിജ്ഞാനത്തിൽ വളരണം. ആ പരിജ്ഞാനത്തിൽ നമ്മൾ വളരേണ്ടതിന് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരയണം.
നിങ്ങൾക്ക് അതിനായിട്ട് കൂടുതലായിട്ട് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലേക്ക് പകർന്നു തരണം. അപ്പോൾ ദൈവത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ പരിജ്ഞാനം ലഭിക്കും എന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന് ഉത്തമമായിട്ടും അറിയാം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നില്ലേ, ഞാൻ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം സകലവും ഛേദമെന്നെണ്ണുന്നു എന്ന്. എന്താ പൗലോസ് തനിക്കുള്ളതായിരിക്കുന്ന വലിയ വിദ്യാഭ്യാസം, സ്ഥാനമാനങ്ങൾ, യഹൂദന്മാരുടെ ഇടയിൽ തനിക്കുണ്ടായിരുന്ന വലിയ മഹത്വം, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ വലിയൊരു നേതാവാകാനൊക്കെ കഴിയുമായിരുന്നിട്ടും പൗലോസ് എന്താ അതൊക്കെ ചവറന്നെണ്ണിയത്? പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നത്, ഞാൻ എൻ്റെ കർത്താവായി യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തമാണ് ഞാനിതൊക്കെയും ചവറന്നെണ്ണുന്നതെന്നാണ്. ഇന്നത്തെ ക്രിസ്തീയ ലോകത്തിന് പറ്റിയതായിരിക്കുന്ന അപജയം എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ച് അറിയേണ്ടതായിരിക്കുന്ന വിധത്തിൽ അറിയാത്തത് കൊണ്ടോ മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടൊക്കെ ആയിരിക്കാം. വിശ്വാസ ജീവിതത്തിൽ അനേകരും ഒരുപക്ഷെ ഞാൻ എന്നെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ജയിച്ചവനാണെന്നല്ല, ഞാനും അറിവിൻ്റെ പരിമിതി മൂലമായിരിക്കാം ഞാൻ അടക്കമുള്ള വിശ്വാസ സമൂഹത്തിൽ പല അപജയങ്ങളും സംഭവിക്കുന്നത്, പരാജയങ്ങൾ സംഭവിക്കുന്നത് എന്ന് പലപ്പോഴെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, എന്നെക്കുറിച്ച് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് പൊതുവിലുള്ളായിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് ഞാൻ പറയട്ടെ. ദൈവത്തെക്കുറിച്ച് അറിയേണ്ടതുപോലെ അറിയുമ്പോൾ, ആ പരിജ്ഞാനത്തിൽ നമ്മൾ വളരുമ്പോൾ, നമ്മൾ ദൈവത്തിൻ്റെ വലിയ ശക്തി എന്തെന്ന് അറിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലെ ലോകത്തിലുള്ളായിരിക്കുന്ന താൽക്കാലിക സുഖങ്ങളെയും താൽക്കാലിക നേട്ടങ്ങളെയും മോഹങ്ങളെയും നമ്മൾ ചവറന്നെണ്ണും. പൗലോസിനെ പോലെ നമ്മളും ചവറന്നെണ്ണണമെങ്കിൽ ലോകത്തിലുള്ളതായിരിക്കുന്ന നേട്ടങ്ങളെയും സുഖസൗകര്യങ്ങളെയും ചവറന്നെണ്ണണമെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന പരിജ്ഞാനം വേണം. ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനം പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവം തന്നെ നമുക്ക് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരണം. ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവെന്ന് പറഞ്ഞൊരു പുതിയ ആത്മാവൊന്നുമല്ല, ദൈവാത്മാവ് തന്നെയാണ്. നമ്മളിൽ വസിക്കുന്ന ദൈവാത്മാവ് ദൈവത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന ആ പരിജ്ഞാനം നമ്മളിൽ നിറയ്ക്കുമ്പോഴാണ് നാം ദൈവത്തെ അറിയേണ്ട പോലെ അറിയുന്നത്. നമ്മൾ തിരുവെഴുത്തിലെ റോമാലേഖനത്തിൽ വായിക്കുന്നില്ലേ, മനുഷ്യനിലുള്ളത് മനുഷ്യനിലുള്ള അവൻ്റെ ആത്മാവല്ലാതെ ആരറിയുന്നു എന്ന് പൗലോസ് പറഞ്ഞിട്ട് പറയുകയാണ്, ദൈവത്തിലുള്ളത് ദൈവത്തിൻ്റെ ആത്മാവല്ലാതെ മറ്റാരും അറിയുന്നില്ല. ദൈവത്തിൻ്റെ ആത്മാവ് സകലത്തെയും ആരായുന്നു. ദൈവത്തെക്കുറിച്ചുള്ളത് ദൈവത്തിൻ്റെ ആത്മാവിനെ അറിയുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ ആ ദൈവത്തെക്കുറിച്ച് അറിയാവുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് പരിജ്ഞാനം തന്നെങ്കിൽ മാത്രമേ, ജ്ഞാനം തന്നെങ്കിൽ മാത്രമേ, വെളിപ്പാട് തന്നെങ്കിൽ മാത്രമേ സത്യ ദൈവത്തെക്കുറിച്ച് അറിയേണ്ടതുപോലെ നമുക്ക് അറിയാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ളതായിരിക്കുന്ന യാഥാർത്ഥ്യമാണ് പൗലോസൂടെ പറയുന്നത്. അത് എഫെസോസിലുള്ളായിരിക്കുന്ന വിശ്വാസികൾക്ക് ലഭിക്കണം എന്നാണ് തൻ്റെ ഒന്നാമത്തെ പ്രാർത്ഥന. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചു വയ്ക്കുക, നമുക്കൊക്കെ എത്രത്തോളം ദൈവത്തെക്കുറിച്ച് അറിയേണ്ട പോലെ അറിഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കൃപ എന്ന് പറഞ്ഞ് പോയാൽ ഒരുപാട് പറയണമല്ലേ. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളൊക്കെ ഇതൊക്കെ എത്രത്തോളം അറിഞ്ഞിട്ടുണ്ട്. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വർദ്ധിക്കും തോറും നമ്മൾ ചീർത്തു പോവുകയല്ലാട്ടോ ചെയ്യുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നേടുന്തോറും നമ്മൾ എളിമപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മൾ എളിമപ്പെട്ടിട്ട്, ദൈവമേ, ഇത്ര ഉന്നതനായിരിക്കുന്ന, ഇത്ര ശക്തനും ഭയങ്കരനുമായിരിക്കുന്ന അങ്ങ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ ഓർത്തുകൊണ്ട് ഇത്രത്തോളം കൃപ ചെയ്തല്ലോ എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ താഴ്ത്തണമെങ്കിലേ ദൈവത്തെക്കുറിച്ചുള്ളായിരിക്കുന്ന പരിജ്ഞാനം ശരിയാവണ്ണം നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണം എഫെസോസിലുള്ളവരെ എന്നാണ് ഒന്നാമത്തെ പ്രാർത്ഥന. രണ്ടാമത്തെ പ്രാർത്ഥന എന്താ? അതിന് തൊട്ട് താഴേക്ക് പറയാണ്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നിങ്ങളറിയണം. അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നിങ്ങളറിയണം. ഈ ആശ എന്ന് മാത്രം പറയുമ്പോൾ നമുക്കത് ചിലപ്പോൾ അങ്ങ് പെട്ടെന്ന് മനസ്സിലായെന്ന് വരികയില്ല. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിയാൽ നമുക്ക് വരുന്നതായിരിക്കുന്ന മഹോമഹത്വം, അതായത് നമ്മൾ പ്രാപിക്കാൻ പോകുന്നതായിരിക്കുന്ന ആ ഉന്നതമായിരിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന ആ കാര്യങ്ങൾ, ആ പ്രത്യാശ, അതായത് ആശ എന്ന് പറഞ്ഞാൽ പ്രത്യാശയാണ്. അപ്പം അവിടെ നമ്മൾ വായിക്കുന്നത്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന്. ഹൃദയത്തിൻ്റെ ദൃഷ്ടിയിലൂടെ നമ്മളുടെ കണ്ണുകൾ കൊണ്ട് അത് കാണാൻ പറ്റുകയില്ല. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന, നമ്മൾക്ക് വേണ്ടി ദൈവം ക്രമീകരിച്ചിരിക്കുന്ന ഒന്നും നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ ബാഹ്യ കണ്ണുകൾ കൊണ്ടൊന്നും കാണാൻ പറ്റില്ലല്ലോ.
നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറക്കുമ്പോൾ, ഹൃദയത്തിൻ്റെ ദൃഷ്ടി പ്രകാശിക്കുമ്പോഴാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്ന വിളിയുടെ പ്രത്യാശയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയുള്ളൂ. അത് എത്ര വലിയ പ്രത്യാശയാണ്, എത്ര വലിയ ഉന്നതമായിരിക്കുന്ന സ്ഥാനമാണ്, ഉന്നതമായിരിക്കുന്ന അധികാരമാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ വായിക്കുന്നില്ലേ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരുത്തിൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ. പിന്നെ നമ്മൾ എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും അവൻ നമ്മളെ ക്രിസ്തുയേശുവിൽ നിറച്ചിരിക്കുന്നു, ക്രിസ്തുയേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു നമ്മൾ വായിക്കുന്നില്ലേ. ഇതൊക്കെ എന്താണെന്ന് വായിച്ചങ്ങ് വിടുകയല്ലേ ഉള്ളൂ. നമ്മൾ ഇതൊക്കെ കാണുന്നുണ്ടോ? നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. എന്നാൽ പൗലോസ് പറയുന്നത്, നിങ്ങളറിയണം അവൻ്റെ വിളിയാലുള്ള ആശ, പ്രത്യാശ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞെങ്കിലേ ജീവിതത്തിൽ നമ്മൾ ഭയരഹിതരായി കർത്താവിന് വേണ്ടി അധ്വാനിക്കുകയുള്ളൂ. പ്രത്യാശയുടെ നങ്കൂരം ഇടപെട്ടതായിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ധൈര്യപൂർവ്വം കർത്താവിന് വേണ്ടി നിൽക്കാനായിട്ട് പറ്റുള്ളൂ. പ്രതികൂലങ്ങൾ വന്നാലും, പ്രതിസന്ധികൾ വന്നാലും, പ്രശ്നങ്ങൾ വന്നാലും അവർ ധൈര്യത്തോടെ നിൽക്കണമെങ്കിൽ ആ പ്രത്യാശ, എന്നെ ദൈവം വിളിച്ചതിലുള്ളായിരിക്കുന്ന, എനിക്ക് തരാൻ പോകുന്നതായിരിക്കുന്ന നേട്ടങ്ങൾ, അതിൻ്റെ അനുഗ്രഹങ്ങൾ, അതിൻ്റെ മഹത്വം, അതൊക്കെ ഒന്ന് ഗ്രഹിക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ ആ പ്രത്യാശയിൽ നിറയുമ്പോഴാണ് നാം ക്രിസ്തീയ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഈ സകലവും ത്യജിച്ച് കർത്താവിന് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ലോകത്തിൻ്റെ താല്പര്യങ്ങളിലേക്ക് താഴ്ന്നു പോകും. കാരണം നമ്മുടെ അറിവ് പരിമിതമായി കഴിഞ്ഞാൽ ദൈവത്തെക്കുറിച്ചും നമ്മുടെ വിളിയിലുള്ള ആശയെക്കുറിച്ചും, അതായത് സ്വർഗത്തിൽ നമുക്കുള്ള പ്രത്യാശയെക്കുറിച്ചും നമ്മൾ അജ്ഞരാണെങ്കിൽ കുഴപ്പമില്ല, എല്ലാവരും ഞായറാഴ്ച സഭായോഗത്തിന് പോകുന്നു, അതുകൊണ്ട് പോകാതിരിക്കാൻ പറ്റില്ല, പോകും, തിരിച്ചു വരും, പിന്നെ ലോകത്തിലുള്ളവരെ പോലെ ജീവിക്കും. അങ്ങനെ ഒരു താരതമ്യ ജീവിതം, ലോകത്തോട് ഒരുമിച്ചുള്ളവരിക്കുന്ന ഒരു ജീവിതമേ നയിക്കുകയുള്ളൂ. പക്ഷേ വലിയ പ്രത്യാശ നിറഞ്ഞ ജീവിതമൊക്കെ എന്തൊരു അനുഗ്രഹമായിരിക്കും, എന്തൊരു അത്ഭുതമായിരിക്കും എന്നറിയാം. ഞാൻ ചില വിശുദ്ധന്മാരുടെയൊക്കെ ജീവചരിത്രം വായിച്ചപ്പം അവർക്ക് സ്വർഗത്തിൽ ലഭിക്കാൻ പോകുന്ന പ്രത്യാശയെക്കുറിച്ച് നല്ല ഉറപ്പും ദൃഢതയും ധൈര്യവും നിശ്ചയവും ഉണ്ടായിരുന്നത് കൊണ്ട് അവർ ഒരുപാട് അധ്വാനിച്ചു. ഒരുപാട് ഓരോരുത്തരുടെയൊക്കെ പ്രത്യാശ നിറഞ്ഞതായിരിക്കുന്ന പാട്ടുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവരൊക്കെ ആ വിധത്തിൽ ജീവിതത്തിൽ ആ പ്രത്യാശ ഉള്ളവരായിരുന്നു. അവൻ്റെ വിളിയാനുള്ള ആശ എന്താണെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഞാനത് എന്താണെന്ന് താഴേക്ക് പറയുന്നുണ്ട്. നമ്മളീ കാണുന്നൊന്നും അല്ല കേട്ടോ, നമ്മളീ വിചാരിക്കുന്നൊന്നും അല്ല ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. ആ പ്രത്യാശയുള്ളവരായിട്ട് ജീവിക്കുമ്പോഴേ നമുക്ക് ക്രിസ്തുവിന് വേണ്ടി പ്രയോജനപ്പെടാനായിട്ട് പറ്റുള്ളൂ, പതറിപ്പോകാതിരിക്കുകയുള്ളൂ, പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും പതറിപ്പോകാതിരിക്കുകയുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ദൈവം അതിനായിട്ട് നിങ്ങളെയും സഹായിക്കട്ടെ, എന്നെയും സഹായിക്കട്ടെ. നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഇതൊക്കെ പറയുമ്പം ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം എന്ന്. കാരണം അതൊക്കെ അറിയേണ്ട പോലെ അറിയാൻ ദൈവം കൃപ തരണമെന്നേ. അപ്പോൾ രണ്ടാമത്തെ പ്രാർത്ഥനയും പറഞ്ഞു. ഒന്നാമത്തെ പ്രാർത്ഥന എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തെക്കുറിച്ചുള്ളായിരിക്കുന്ന പരിജ്ഞാനത്തിൽ എഫേസ്യരിലുള്ള വിശ്വാസികൾ വളരണം. രണ്ടാമത്തത് അവൻ്റെ വിളിയാനുള്ള ആശ ഇന്നതെന്ന് അവർ തിരിച്ചറിയണം. നമ്മളെ വിളിച്ചതിലെ പ്രത്യാശയെക്കുറിച്ച് ഉറപ്പുള്ളവരായിരിക്കണം നമ്മൾ. മൂന്നാമതായിട്ട് പറയുന്നത് എന്താ അറിയാമോ? മൂന്നാമതായിട്ട് പറയുന്നത്, വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം എന്നതെന്നും. മൂന്നാമത്തെ കാര്യം, വിശുദ്ധന്മാരിൽ ദൈവത്തിനുള്ളായിരിക്കുന്ന അവകാശമുണ്ടല്ലോ, എന്നിലും നിങ്ങളിലും രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ പൈതലിലും ദൈവത്തിനുള്ളായിരിക്കുന്ന അവകാശമുണ്ടല്ലോ. ആ അവകാശത്തിന് വലിയ ധനമുണ്ട്, വലിയ മഹിമയുടെ, അതായത് തേജസ്സിൻ്റെ ധനമുണ്ട്, ദൈവത്തിൻ്റെ ധനമുണ്ട്. ആ വിശുദ്ധന്മാരിൽ ഉള്ളതായിരിക്കുന്ന അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണമെന്ന ദാവീദൊക്കെ സങ്കീർത്തനത്തിൽ പറയുന്ന വാക്യങ്ങൾ നമുക്ക് അറിഞ്ഞൂടെ. എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു, നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. നോക്കിയേ, എത്ര മനോഹരമല്ലേ. എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു, നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. എന്തൊരു പ്രത്യാശ നിർഭരമായിരിക്കുന്ന വാക്കുകളാണല്ലേ. അപ്പം നമ്മളിവിടെ മൂന്നാമതായിട്ടുണ്ട്, വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. എന്ന് പറഞ്ഞാൽ ദൈവത്തിനായിട്ട് വീണ്ടെടുക്കപ്പെട്ടവരാണ് നമ്മൾ. ദൈവം നമ്മളെ വേർതിരിച്ച് തനിക്ക് വേണ്ടി വിളിച്ചിരിക്കുകയാണ്. ആ വിളിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ദൈവത്തിനാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ സകല സമ്പൂർണ്ണ
അധികാരവും അവകാശവും എല്ലാം ഉള്ളത് ഞാൻ ദൈവത്തിൻ്റെ വകയായി തീർന്നു. ഞാൻ ദൈവത്തിൻ്റെ വകയായി തീർന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തെ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം, എൻ്റെ ജീവിതത്തെ പോറ്റിപ്പുലർത്താനുള്ള ഉത്തരവാദിത്വം, എൻ്റെ വായിക്ക് ആഹാരം തരാനുള്ള ഉത്തരവാദിത്വം, എൻ്റെ ശരീരത്തിന് വസ്ത്രം തരാനുള്ള ഉത്തരവാദിത്വം, എൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുള്ള ഉത്തരവാദിത്വം, ഇതെല്ലാം ഞാൻ ആരുടെ വകയാണോ ആ വകയായിരിക്കുന്നവൻ്റെ ഉത്തരവാദിത്വമല്ലേ എൻ്റെ ജീവിതത്തിൽ വേണ്ടത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഒരു ദാസൻ തന്നെ വിറ്റിട്ട് ഒരു യജമാനന് വിറ്റിട്ട് ആ യജമാനൻ്റെ സേവ ചെയ്യുമ്പോൾ ഈ യജമാനനല്ലേ ഉത്തരവാദിത്തം, ആ ദാസൻ്റെ മേലുള്ള ഉത്തരവാദിത്തം മുഴുവൻ ആ യജമാനല്ലേ. അവന് രോഗം വന്നാൽ ചികിത്സിക്കണം, അവന് ഭക്ഷണം സമയാസമയങ്ങളിൽ അവന് ഭക്ഷണം ഉണ്ടായിരിക്കണം, അവൻ്റെ കാര്യങ്ങളെല്ലാം, അവൻ്റെ ഭാര്യ, അവൻ്റെ മക്കൾ, അവൻ്റെ കുടുംബജീവിതം, അവൻ്റെ കാര്യങ്ങളിലെല്ലാം തന്നെ വിറ്റ ഒരു ദാസൻ്റെ മേലുള്ളായിരിക്കുന്ന ഉത്തരവാദിത്തം ആ യജമാനനുള്ളത് എന്നുള്ളതുപോലെ അത് തന്നെ ഇവിടെ പറയുന്ന വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണമെന്ന് പറഞ്ഞപ്പോൾ അവകാശത്തിൻ്റെ മഹിമാധനം നിങ്ങൾ അത് തിരിച്ചറിയണമെന്ന് പൗലോസ് പ്രാർത്ഥിച്ചു. പൗലോസ് പറഞ്ഞത്, പൗലോസ് എന്താ എഫെസോസുകാരെ കുറിച്ച് ഉദ്ദേശിച്ചതെന്നറിയാമോ? നിങ്ങളുടെ സർവ്വസമ്പൂർണ്ണമായിരിക്കുന്ന അധികാരം നിങ്ങളെ വീണ്ടെടുത്ത നിങ്ങളെ വിളിച്ചവനായിരിക്കുന്ന ദൈവത്തിൻ്റേതാണ്. അതുകൊണ്ട് നിങ്ങളെ അവൻ പോറ്റുകയും പുലർത്തുകയും നിങ്ങളെ സൂക്ഷിക്കുകയും നടത്തുകയും ചെയ്യും എന്നാണ് അവിടെ പറയുന്നത്. അതിന് വലിയ ധനമുണ്ട്. എൻ്റെ അപ്പൻ്റെ സ്വത്ത് മുഴുവൻ എനിക്കുള്ളതല്ലേ. എൻ്റെ അപ്പൻ എന്ത് സമ്പാദിച്ചാലും എന്ത് അപ്പൻ്റെ പേരിലുണ്ടെങ്കിലും അപ്പൻ്റെ കാലശേഷമോ അല്ലെങ്കിൽ അപ്പൻ എനിക്ക് തരുമ്പോഴോ അത് എനിക്കുള്ളതല്ലേ. അവൻ്റെ വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമയുടെ ധനം എന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണമെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വർഗീയ പിതാവിൻ്റെ അധികാരത്തിലാണ് ഈ സകല പ്രപഞ്ചവുമെങ്കിൽ ഇതിനൊക്കെ എനിക്ക് ഓഹരിയുണ്ടെന്നർത്ഥം. എനിക്ക് ഓഹരിയുണ്ട്, എനിക്ക് പങ്കുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം അവനാണ് അല്ലേ. ദാവീദ് പറയുന്നില്ലേ, യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ ഭയപ്പെടും? ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ നിർഭയനായിരിക്കും. ദാവീദിൻ്റെ ആ പ്രത്യാശയുടെ വാക്ക് കേട്ടോ, യഹോവ എൻ്റെ ജീവൻ്റെ ബലം എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ പറയുന്നത് വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെതാന്നേ, എൻ്റെ ദൈവത്തിനുള്ളവനാണ് ഞാൻ. അപ്പോൾ ആ ഒരു ധനം അല്ലെങ്കിൽ ഉള്ളത് കൊണ്ട് എൻ്റെ ജീവൻ മുഴുവൻ, ദാവീദ് പറയുന്നത് ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ നിർഭയമായിരിക്കും എന്നൊക്കെ പറയുന്നത് എന്താ? ചുറ്റും സൈന്യങ്ങൾ നടി നിരന്നോട്ടെ, എപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ദാവീദ്. ആ ദാവീദ് ഈ പറയുന്നത്, യഹോവയാണ് എൻ്റെ ജീവൻ്റെ ബലം. എൻ്റെ ജീവൻ ആർക്കും അങ്ങനെ പിടിച്ചു പറിക്കാനൊന്നും പറ്റില്ല. എൻ്റെ ജീവൻ അങ്ങനെ എൻ്റെ ദൈവം അനുവദിക്കാതെ എൻ്റെ ജീവൻ എടുത്തു കളയാൻ ആർക്കും പറ്റില്ല. എൻ്റെ ജീവൻ്റെ ഉത്തരവാദിത്വം, എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം എൻ്റെ ദൈവത്തിനുള്ളതാണ്. അതാ വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം എന്ന് പറയുന്നതിൽ ഒന്നാമത്തെ കാര്യം. അപ്പോൾ ദാവീദിനെ പോലെ നമ്മൾ വിചാരിക്കണം, എൻ്റെ ജീവൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവം നിശ്ചയിക്കാതെ എൻ്റെ ജീവൻ ഇവിടെ ആർക്കും കുത്തിപ്പറിച്ചുകൊണ്ട് പോകാനൊന്നും പറ്റില്ല. ആർക്കും എന്നെ കുത്തിക്കൊല്ലാനൊന്നും പറ്റില്ല. ദൈവം അനുവദിച്ചാൽ ഓക്കെ, അത് സംഭവിക്കും. അതല്ലാതെ ദൈവം നിശ്ചയിക്കാതെ എൻ്റെ ജീവൻ അപകടത്തിലാകുകയില്ല. എന്താ കാരണം എന്നറിയാമോ? എൻ്റെ അവകാശം, അവൻ്റെ അവകാശത്തിലാണ് ഞാനുള്ളത്. ദൈവം എൻ്റെ അവകാശമാണെന്ന് ദാവീദ് ആദ്യം പറഞ്ഞ പോലെ ഞാൻ ഒന്നുകൂടി പറയട്ടെ. എന്നാൽ ഇവിടെ നമ്മൾ വായിച്ചത് ഞാൻ അവൻ്റെ അവകാശത്തിലുള്ളതാണ്, ആ യജമാനൻ്റെ കീഴിലുള്ളതാണ്, അല്ലെങ്കിൽ ആ അപ്പൻ്റെ മകനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവൻ്റെ ബലം അവനാണെന്നേ. അവൻ എന്നെ പോറ്റും, അവൻ എന്നെ പുലർത്തും. അതിൻ്റെ രണ്ടാമത്തെ പോർഷൻ അല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, അതുകൊണ്ട് തന്നെ ആ വിശുദ്ധന്മാരിൽ, അതായത് അവന് നമ്മളുടെ മേൽ സകലവും അധികാരമുണ്ട്. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കുകയും ചെയ്യും കേട്ടോ, അത് അപ്പൻ്റെ ഉത്തരവാദിത്തമല്ലേ. തെറ്റ് ചെയ്താൽ നല്ല അടി കിട്ടും, നല്ല അടി കിട്ടും, ചിലപ്പോൾ സഹിക്കാൻ പറ്റാത്ത അടി കിട്ടും തെറ്റ് ചെയ്ത് ജീവിച്ചാൽ. അതും ആ അപ്പൻ്റെ അവകാശത്തിലുള്ളതാണ്. അതുകൊണ്ടാണ് പറയണത് വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം. എന്നിലെല്ലാ അവകാശവും അവനുണ്ട്, എന്നെ പുലർത്താനുള്ള ഉത്തരവാദിത്തമുണ്ട്. ഇപ്പോൾ നമുക്കറിയാലോ, ഒരു അപ്പൻ തൻ്റെ മക്കളെ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കും, പക്ഷേ എന്ന് ഓർത്ത് പട്ടിണിക്ക് ഇടുമോ? ഇല്ലല്ലോ. ആ മക്കൾക്ക് എന്താ കൊടുക്കേണ്ടതെന്ന് അപ്പനറിയാം. ആ അപ്പൻ അത് പോറ്റി പുലർത്തും. അവർക്ക് വേണ്ടുന്ന വസ്ത്രം, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ജീവിതത്തിൻ്റെ സകല കാര്യങ്ങളും നോക്കുന്ന അപ്പനാണ്. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കുകയും ചെയ്യും. ഇങ്ങനെ എൻ്റെ മേലെ എൻ്റെ അപ്പന് അവകാശമുണ്ടെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. മാത്രമല്ല, രണ്ടാമത് പറഞ്ഞ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
ദൈവത്തിൻ്റെ, എൻ്റെ അപ്പനായിരിക്കുന്നവൻ്റെ സകല സ്വത്തിനും ഞാൻ അവകാശി. ഞാൻ അതിന് പ്രാപ്തനായിരിക്കുന്നവനാണ്. അതെൻ്റെ അവകാശമാണ്. ഞാൻ ഈ വിഷയം തന്നെ പറഞ്ഞു പോയാൽ ഇത് പൂർത്തീകരിക്കാൻ പറ്റുകയില്ല. ഓക്കെ, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഇത് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ മൂന്നാമത്തെ പ്രാർത്ഥന അതാണ്, വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയട്ടേനും പ്രാർത്ഥിക്കുന്നു എന്നാണ് മൂന്നാമത്തെ പ്രാർത്ഥന. ഇനി നാലാമത്തെ പ്രാർത്ഥന എന്താ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ഓക്കെ, ഞാൻ ആ വേദഭാഗം എടുത്തോട്ടെ. നാലാമത്തെ പ്രാർത്ഥന എന്താ പ്രാർത്ഥിക്കുന്നത്? നാലാമതായിട്ട് പറയാണ്, അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. നാലാമത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ അളവറ്റ ശക്തിയുടെ അളവറ്റ ശക്തി, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളെ വിളിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ അളവറ്റ ശക്തിയുടെ ആ വലുപ്പം ഇന്ന് നമ്മളിലുണ്ട്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ആ അളവറ്റ ശക്തിയുടെ വലുപ്പം നമ്മളിലുണ്ടെന്നേ. നമ്മളിലുണ്ട്. ഞാൻ സാധാരണ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന, ദൈവത്തിൻ്റെ ശക്തി വസിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ പാഴ്വാക്കുകളും പടുവാക്കുകളും കളിവാക്കുകളും പൊട്ടച്ചൊല്ലുകളും ഇങ്ങനെയുള്ളതൊന്നും നമ്മൾ പറയരുത്. കാരണം നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കണം. നമ്മൾ ദൈവത്തിൻ്റെ ശക്തി വസിക്കുന്നവരാണ്. ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ വസിക്കുകയാണ്. ദൈവത്തിൻ്റെ അളവറ്റ ശക്തിയുടെ വലുപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയണമെന്നാണ്. അത് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ആ ഒരു പോയിൻ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തി എന്താണെന്ന് നമ്മൾ അറിയണം എന്നല്ല പറഞ്ഞ്, നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന, എന്നിൽ വ്യാപരിക്കുന്ന, എന്നിൽ വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം എന്ന് പറയുന്നത്. അപ്പോൾ എന്നിൽ ഇപ്പോൾ തന്നെ ആ ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് നമ്മൾ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നത്. ആ ശക്തി ഇപ്പോഴേ നമ്മളിൽ വ്യാപരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ മരിച്ചതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നത്. നമ്മൾ രൂപാന്തരപ്പെടുമ്പോൾ ദൈവം കർത്താവ് ഇപ്പോൾ വരികയാണെങ്കിൽ നമ്മൾ രൂപാന്തരപ്പെടുമല്ലോ. ആ രൂപാന്തരപ്പെടുവാനായിട്ടുള്ളായിരിക്കുന്ന ഒരു സ്വർഗീയ ശക്തിയുണ്ടല്ലോ, ആ വലിയ ശക്തി, ആ ശക്തി ഇപ്പോൾ തന്നെ നമ്മളിൽ വ്യാപരിക്കുക. അതിൻ്റെ അച്ചാരമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്. ആ ശക്തി, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തി ഇപ്പോഴേ വഹിക്കുന്നവരാണ് നമ്മൾ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്ന വാക്കുകൾ നിങ്ങൾക്കറിയാലോ. അവൻ്റെ മരണത്തോടനുരൂപപ്പെട്ടിട്ട്, അവൻ്റെ അനുഭവങ്ങളോട് അനുരൂപപ്പെട്ടിട്ട്, ഇങ്ങനെയാണ് നമ്മൾ ഫിലിപ്പിയ ലേഖനത്തിൽ വായിക്കുന്നത്. പൗലോസ് പറയുന്ന വാക്കാണ്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിലിരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോടനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറന്നിടുന്നു. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നേ ഉള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക. എന്താ പൗലോസ് പറയുന്നത് അറിയാമോ? എനിക്ക് അതൊന്ന് അറിയണം, എനിക്കതൊന്ന് അനുഭവിക്കണം. ക്രിസ്തു അനുഭവിച്ച കഷ്ടങ്ങളോടും എനിക്ക് പങ്കാളിയാകണം. ക്രിസ്തുവിൻ്റെ മരണത്തോടും എനിക്ക് അനുഭവപ്പെടണം. ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പെന്ന് പറയുന്നുണ്ടല്ലോ. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒരു വ്യക്തി ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ അതിനായി വ്യാപരിക്കുന്ന ദൈവശക്തി ഉണ്ടല്ലോ, അതൊന്ന് എനിക്ക് അനുഭവിച്ചറിയണം. അതെൻ്റെ കൊതിയെന്നാണ് പൗലോസ് പറയുന്നത്. ഇവിടെ എഫെസോസുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നാലാമത്തെ പ്രാർത്ഥന പറയുന്നത്, പ്രാർത്ഥനയിൽ പറയുന്ന കാര്യം ഇതുതന്നെയാണ്. അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന, ഇപ്പോഴേ നമുക്ക് വേണ്ടി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴേ വ്യാപരിച്ചു കൊണ്ടിരിക്കുക നമ്മളിലൊരു ശക്തി. ഇത് മനസ്സിലാകാൻ ഞാൻ പ്രാർത്ഥനയുടെ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. ഇത് മനസ്സിലാകാൻ
അതിൻ്റെ താഴേക്കുള്ള വാക്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ മേലെ പറഞ്ഞ ഈ 4 പ്രാർത്ഥനാ വിഷയമില്ലേ, ഈ 4 പ്രാർത്ഥനാ വിഷയം മനസ്സിലാക്കാൻ വേണ്ടി അതിൻ്റെ താഴെ ഇത് പറഞ്ഞിട്ട് എന്താ ഇത് പൗലോസ് താഴെ പറയുന്നതെന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഈ 4 പ്രാർത്ഥനാ വിഷയം നമുക്ക് മനസ്സിലാവും. എന്താ പറയുന്നത്? അങ്ങനെ, അതായത് ഓർക്കണേ, അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് 20-ാം വാക്യത്തിൽ പറയാണ്, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. ഏതാ? ഇന്ന് ക്രിസ്തു യേശുവിനാൽ വിളിക്കപ്പെട്ടിരിക്കുന്ന, തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന, ക്രിസ്തു യേശുവിൻ്റെ ആത്മാവിനെ നൽകി നമ്മളെ സ്വന്തമാക്കിയിരിക്കുന്ന, അവന് നമ്മുടെ മേലുള്ള അവകാശത്തിൻ്റെ മഹിമാതനം നമ്മൾ വായിച്ചല്ലോ, നമ്മളെ സ്വന്തമാക്കിയിരിക്കുന്ന അതേ രീതിയിൽ തന്നെ മനുഷ്യനായി ലോകത്തിൽ വന്ന എന്ന് പറഞ്ഞാൽ മനുഷ്യനായി, സാധാരണ ഒരു മനുഷ്യനായി താഴെ ലോകത്തിലേക്ക് വന്നായിരിക്കുന്ന ക്രിസ്തുവിലും നമ്മളിൽ വ്യാപരിക്കുന്ന അതേ വ്യാപാര ശക്തിയാണ് വ്യാപരിച്ചതെന്ന്. വ്യത്യാസമില്ലാന്ന് കാര്യം മനസ്സിലാവുന്നുണ്ടോ? നമ്മളിൽ വ്യാപരിക്കുന്ന അതേ വ്യാപാര ശക്തി. അങ്ങനെയെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? മേലെ നമ്മളിൽ വ്യാപരിക്കുന്ന അതേ വ്യാപാര ശക്തി ക്രിസ്തുവിലും വ്യാപരിച്ചു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും. കണ്ടോ, നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർക്കാൻ കാരണം ദൈവത്തിൻ്റെ അത്യന്തികമായിരിക്കുന്ന ശക്തി, നമ്മളിൽ ഇന്ന് വ്യാപരിക്കുന്ന അതേ ശക്തി, അതേപോലെ അങ്ങനെ തന്നെ ക്രിസ്തുവിലും വ്യാപരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കർത്താവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും. അവിടെ അത് പൂർത്തിയാകുന്നില്ല, ഞാനവിടെ നിർത്തി പറയുകയാണ്. ഈ വ്യാപരിച്ച് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നു പറയാൻ, എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞ്, സ്വർഗത്തിൽ തൻ്റെ വലതുഭാഗത്ത് ഇരുത്തി. വലതുഭാഗത്ത് വെറുതെ കൊണ്ടേ ഇരുത്തുകയാണോ ചെയ്തേ? അല്ല, ഇരുത്തി. എന്നിട്ട് എന്താ പറയുന്നത്? തൻ്റെ വലതുഭാഗത്തെല്ലാം ഇരുത്തി എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും. എൻ്റെ പ്രിയമുള്ളവരെ, ഈ കാര്യം മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എത്രത്തോളം താണു? നിങ്ങൾ ശ്രദ്ധിച്ചു, എത്രത്തോളം താണു? നമ്മൾ ഫിലിപ്പിയർ വായിക്കുന്നില്ലേ, അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ അവൻ മനുഷ്യരൂപത്തിലായി. മനുഷ്യരൂപത്തിലായി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ മനുഷ്യനേക്കാളും വലിയ ശ്രേഷ്ഠ അവസ്ഥയിലാണ് ആരെ സൃഷ്ടിച്ചത്? ദൂതന്മാരെ സൃഷ്ടിച്ചത്. ദൂതന്മാരെക്കാളും താഴ്ന്നു. അവൻ ദൂതന്മാരെക്കാളും താഴ്ച ഭവിച്ചവനായി എന്ന പ്രകടനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ. അപ്പോൾ അതിനേക്കാളും താഴെ മനുഷ്യ സാദൃശ്യത്തിലായി, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിച്ചു കൊള്ളാതെ മനുഷ്യ സാദൃശ്യത്തിലായി വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി മരണത്തോളം. സാധാരണ മരണമല്ല, നമ്മളൊക്കെ ചിലപ്പോൾ സാധാരണ മരണമേ വരിക്കുള്ളൂ. ഇവിടെ പറയുകയാണ് എത്രത്തോളം ക്രിസ്തുവിൻ്റെ താഴ്ചയുടെ പടികൾ പറയുകയാണ്. 1, ദൈവത്തോടുള്ള സമത്വം വിട്ടുകളഞ്ഞു. 2, അവൻ വെറും മനുഷ്യൻ്റെ രൂപത്തിലായി തീർന്നു. 3, അവൻ മരണത്തോളം താഴ്ത്തി. 4, വെറും മരണത്തോളം അല്ല, 4-മത്തെ എന്താ? ക്രൂശിലെ മരണത്തോളം. ക്രൂശിലെ മരണം എന്ന് പറഞ്ഞാൽ എന്താ? അയ്യോ, ആ കാലത്ത് ക്രൂശിൽ ഒരുത്തൻ മരിക്കുക അല്ലെങ്കിൽ ക്രൂശിച്ചൊരുത്തനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്രയും പരിഹാസ്യമായ, ഇത്രയും നിന്ദ്യമായ, ഇത്രയും വെറുപ്പുളവാക്കുന്ന, ഇത്രയും അവജ്ഞാപരമായിരിക്കുന്ന ഒരു മരണം വേറെയില്ല. റോമൻ ഭരണകാലത്ത് ക്രൂശിലെ മരണം എന്ന് പറഞ്ഞാൽ അത്രയും നിന്ദ്യമാണ്. ക്രൂശിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കർത്താവ് ക്രൂശിലെ മരണത്തോളം തന്നെ താഴ്ത്തുകയായിരുന്നു ചെയ്തത്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? അവനെ ഉയർത്തി സകല നാമത്തിനും മീതായ നാമം കൊടുത്തു. താഴ്ന്ന് ഒന്നുമല്ലാത്തവനായി തീർന്നതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി സകല നാമത്തിനും മീതായ നാമം കൊടുത്തു. അതേ കാര്യമായി ഇവിടെയും പറയുന്നത്. ഇവിടെ പറയുന്നത് അതുകൊണ്ട് അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലതുഭാഗത്ത്
വെറുതെ പലത് ഭാഗത്തിരുത്തുകയല്ലായിരുന്നു. എന്താ പറഞ്ഞാൽ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സകലത്തിൻ്റെയും മീതേക്ക് ഉയർത്തിയത്. തന്നെത്താൻ കൊഴിച്ച് മനുഷ്യനായി വിളങ്ങി താഴ്മ ധരിച്ച് ലോകത്തിലേക്ക് വന്നതായിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തി ഏറ്റവും ഉന്നതമായി ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കർത്താവിനെ ഉയർത്തി തൻ്റെ സിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് തന്നെ സ്ഥാനം കൊടുത്തു. മാത്രമല്ല വലതുഭാഗത്ത് സ്ഥാനം കൊടുത്തിട്ടോ പിന്നെന്താ ചെയ്തത്? സകല അധികാരത്തിനും സകല വാഴ്ചയ്ക്കും സകല അധികാരത്തിനും, ഈ വാഴ്ചയും അധികാരം എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് ലോകത്തെ വാഴുന്ന സോറി കേട്ടോ, ചിലപ്പോൾ ഇതിനകത്ത് ചുമ കാണും. എനിക്ക് കഫക്കെട്ടിൻ്റെ അസുഖമുണ്ട്, പനിയുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ പിന്നെ വാഴ്ചകളും അധികാരം എന്ന് ഒക്കെ പറഞ്ഞാൽ ദുഷ്ടാത്മ സേനയുടെ വാഴ്ചയും അധികാരത്തെക്കുറിച്ചൊക്കെ ഇവിടെ പറയുന്നത്. ആ അധികാരത്തിൻ്റെ അതിൻ്റെയൊക്കെ മീതെ അവരുടെയൊക്കെ മേലെ സകല വാഴ്ചയുടെയും അധികാരത്തിൻ്റെയും എല്ലാത്തിൻ്റെയും മീതെ എല്ലാ ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോളം ഉയരാനായിട്ട് ലോകത്തിൽ ഇനി ഒരു നാമത്തിനും കഴിയാതെ വണ്ണം തന്നെത്താൻ താഴ്ത്തിയ ക്രിസ്തുവിൽ വ്യാപരിച്ച ഈ ദൈവശക്തി, നമ്മളിൽ വ്യാപരിക്കുന്ന അതേ ദൈവശക്തി അതേ ക്രിസ്തുവിൽ വ്യാപരിച്ചിട്ട് അവനെ ഉയർത്തി എല്ലാത്തിൻ്റെയും മീതയാക്കി എല്ലാം അവൻ്റെ കാൽ കീഴാക്കി വെച്ചു. നോക്കി അവിടെ വായിക്കുന്ന എങ്ങനെയാണ്? വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽ കീഴാക്കി വെച്ചു. അവനെ എല്ലാറ്റിനും മീതെ തലയാക്കി. സകലവും ക്രിസ്തുവിൻ്റെ കാൽ കീഴാക്കി കൊടുത്തു. ഏതാ? ക്രൂശിലെ ദാരിദ്ര്യാവസ്ഥ നിങ്ങളൊന്ന് നോക്കിയേ. ഒന്നുമല്ലാത്തവനെ പോലെ പരിഹസിക്കപ്പെട്ടവനായി നിന്ദിക്കപ്പെട്ടവനായി ഏതോ ഒരു ദയനീയ സ്ഥിതിയിലാണ് നമ്മുടെ കർത്താവിൻ്റെ മരണം, അല്ലേ? ഒന്നുമല്ലാത്തവനെ പോലെ ഒരു ശാപമരണം എന്ന പോലെ കർത്താവ് ക്രൂശിൽ മരിച്ച ആ മരണം ഒന്ന് ഓർത്തു നോക്കിയേ. അത്രത്തോളം തന്നെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ തന്നെ താഴ്ത്തിയതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി എല്ലാ നാമത്തിനും മീതായ നാമം കൊടുത്തു. എല്ലാം ക്രിസ്തുവിൻ്റെ കാൽ കീഴാക്കി വെച്ചു. എല്ലാം അവൻ്റെ കാൽ കീഴാക്കി വെച്ചു. അവനെ സർവ്വത്തിനും മീതെ തലയാക്കി. അത്രത്തോളം ഞാൻ പറയുമ്പോൾ ഒന്നും കൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ. നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തി, നമ്മുടെ മേലുള്ളായിരിക്കുന്ന ദൈവത്തിൻ്റെ അവകാശം, നമ്മളെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്ന അവൻ്റെ മഹിമാധനം, അതേ കാര്യം തന്നെയാണ് മനുഷ്യനായി ഭൂമിയിൽ ജനിച്ച ക്രിസ്തു ആകുന്ന മനുഷ്യനിലും വ്യാപരിച്ചത്. ആ വ്യാപരിച്ചിട്ട് നമ്മളിൽ വ്യാപരിക്കുന്ന ആ ശക്തി ആ ക്രിസ്തുവിൽ വ്യാപരിച്ചിട്ട് അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു എന്നല്ല വായിച്ചേ. അവനെ അവനെ ഉയർത്തി സകല നാമത്തിനും മീതായ നാമം, സകലത്തിനും മീതായ അധികാരം നൽകി എല്ലാം അവൻ്റെ കാൽ കീഴാക്കി വെച്ചു. എല്ലാത്തെയും ഭരിക്കാൻ ഇനി ആർക്കേ അധികാരമുള്ളൂ എന്നറിയാവോ? ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സകല സൃഷ്ടിയെയും ഭരിക്കാൻ തക്കവണ്ണം ആർക്കേ അധികാരമുള്ളൂ എന്നറിയാവോ? തന്നെത്താൻ താഴ്ത്തി ഒന്നുമല്ലാത്തവനായി തീർന്ന ക്രിസ്തുവിന്, അതിനായിട്ട് ക്രിസ്തുവിൽ വ്യാപരിച്ച ആ വ്യാപാരശക്തി, അതേ വ്യാപാരശക്തി നമ്മളിൽ വ്യാപരിക്കുന്നു എന്നാണ് പറഞ്ഞ്. നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ പറ്റുമോ? ആ ക്രിസ്തുവിൽ വ്യാപരിച്ച അതേ വ്യാപാരശക്തി നമ്മളിൽ വ്യാപരിക്കുന്നു. അതുകൊണ്ട് ആദ്യം എഫെസോസിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യം പറഞ്ഞിട്ട് പറഞ്ഞു, അങ്ങനെ തന്നെ ക്രിസ്തുവിലും വ്യാപരിച്ചു. ആ എഫെസോസിലെ വിശ്വാസികളിൽ ഓരോരുത്തരിലും വ്യാപരിക്കുന്ന ആ ദൈവശക്തിയാണ് ഈ പറയുന്ന ക്രിസ്തുവിലും വ്യാപരിച്ചതെന്ന് ഈ പറഞ്ഞ് കാര്യം മനസ്സിലാക്കുന്നുണ്ടോ? എന്നിട്ട് അവിടെ പറയുകയാണ്, അവനെ സകലത്തിനും മീതെ തലയാക്കി. എല്ലാം അവൻ്റെ കാൽ കീഴാക്കി വെച്ചിട്ട് അവനെ സകലത്തിനും മീതെ തലയാക്കി. എന്നിട്ട് ഈ വാക്യം ഇവിടെ അവസാനിച്ചോ. നമ്മുടെ സ്വർഗീയ നിത്യപ്രത്യാശയ വിഷയം, നമ്മുടെ സ്വർഗീയ നിത്യപ്രത്യാശയാണ് വിഷയം. എന്നിട്ട് ഈ വാക്യം ഇവിടെ അവസാനിച്ചോ. നിങ്ങളൊന്ന് സ്വയം ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 23 വരെ ഒന്ന് വായിക്കണം. എന്നിട്ട് ഇവിടെ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. സർവവും അവൻ്റെ കാൽ കീഴാക്കി വെച്ചു, അവന് സർവത്തിനും മീതെ തലയാക്കി എന്ന് പറഞ്ഞിട്ട് അവിടെ ഫുൾ സ്റ്റോപ്പിട്ട് നിർത്തുകയല്ല ചെയ്യുന്നത്. സകലത്തിനും മീതെ തലയാക്കി, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന
അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അയ്യോ, ഈ വാക്യങ്ങൾ എന്നെ എത്രമാത്രം സന്തോഷിപ്പിച്ചിട്ടുണ്ടെന്നറിയോ, എത്രമാത്രം പ്രചോദിപ്പിച്ചിട്ടുണ്ടെന്നറിയാമോ. ഞാൻ കളവ് പറയല്ല, എൻ്റെ ആനന്ദവും ആവേശവുമായിരുന്നു ഈ വാക്യം എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. അവനെ സർവ്വത്തിനും മീതെ തലയാക്കിയിട്ട് ആ തലയ്ക്ക് മാത്രമാണോ സർവ്വാധികാരമുള്ളത്? ആ ക്രിസ്തു എന്ന തലയ്ക്ക് മാത്രമാണോ ആ ക്രിസ്തു എന്ന തലയുടെ കീഴിൽ മാത്രമാണോ സകലത്തിനെയും കീഴടക്കി കൊടുത്തത്? എല്ലാത്തിനും മീതി അവകാശം കൊടുത്തത് ആ ക്രിസ്തുവിന് മാത്രമാണോ? എല്ലാറ്റെയും ഭരിക്കാനുള്ള അവകാശം കൊടുത്തത് ക്രിസ്തുവിന് മാത്രമാണോ? അല്ലല്ലോ. സകലത്തിൻ്റെയും മീതി ആക്കി വെച്ചിരിക്കുന്ന ആ ക്രിസ്തുവിൻ്റെ സെയിം അവകാശം, അതേ അധികാരം, അതേ പദവി, അതേ കാൽ കീഴാക്കുന്നതായിരിക്കുന്ന ദൈവീക പ്രക്രിയ എവിടെ നടന്നു എന്നാണ് പറയുന്നത്. അവിടെ പറയുന്നത് നിങ്ങളൊന്നും കൂടി നോക്കിക്കുക. ആ സർവ്വത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഫുൾ സ്റ്റോപ്പ് ഇടുന്നത്. ഉയർത്തി 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 സകല നാമത്തിനും മീതായ നാമം, സകല നാമത്തിനും മീതെ അധികാരം, എല്ലാം അവൻ്റെ കാൽ കീഴ്. ഇപ്പോൾ പിന്നെ എന്താണ്, ഈ ലോകത്തിലും വരുവാനുള്ളതിലും എല്ലാത്തിനും മീതെ ക്രിസ്തു തലയാക്കി, ക്രിസ്തുവിനെ തലയാക്കി വെച്ചു നമ്മുടെ ദൈവം. നമ്മിൽ വ്യാപരിക്കുന്ന ആ ദൈവശക്തിയുടെ ഉറവിടമായിരിക്കുന്ന പിതാവായ ദൈവം നമ്മളിൽ വ്യാപരിക്കുന്ന അതേ ശക്തി അതേപോലെ തന്നെ വ്യാപരിച്ച ക്രിസ്തുവിനെ ഈ വിധത്തിൽ തലയാക്കിയിട്ട് അടുത്ത വാക്യം പറയുകയാണ്, എല്ലാത്തിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമാകുന്ന സഭയ്ക്കും അതേ പദവി, അതേ അധികാരം, അതേ സ്ഥാനം, അതേ മഹത്വം കൊടുത്തു എന്ന്. ഈ കൃപായുഗ വിശ്വാസികളായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ അതേ പദവിയിലേക്ക്, അതേ അധികാരത്തിലേക്ക്, അതേ അവസ്ഥയിലേക്ക് എന്ന് പറഞ്ഞാൽ ശിരസ്സും ശരീരവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ മഹത്വം നിങ്ങൾക്ക് മനസ്സിലാവുമോ? ശിരസ് അലങ്കരിക്കുന്ന സകലവും, ശിരത്തിൻ്റെ സകല മാനവും, ശിരസിൻ്റെ സകല ശക്തിയും അധികാരവും ഭരണവും ആർക്ക് വരും? ഈ ശരീരത്തിന് വരും. അതുകൊണ്ടാണ് പൗലോസിൻ്റെ ലേഖനത്തിൽ മാത്രമല്ല ഉള്ളൂ കർത്താവിൻ്റെ സഭ, കർത്താവ് ശിരസ്സും സഭ ശരീരവുമാണെന്ന് പറയുന്നത്. ഇത് പഴയ നിയമത്തിലെവിടെയും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കർത്താവായി യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ടോ? 12 അപ്പോസ്തലന്മാർ പറഞ്ഞിട്ടുണ്ടോ? കാരണം കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ സഭയും പഴയ നിയമത്തിൽ പറയുന്ന സഭയും 12 അപ്പോസ്തലന്മാർ ഉപദേശിച്ച സഭയും ഇതല്ല. ഇത് ഉയരത്തിലേക്ക് പോയ കർത്താവ് ഉയരത്തിൽ നിന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ വിളിച്ചിട്ട് ഒരു പുതിയ യുഗം ആരംഭിക്കുകയായിരുന്നു, കൃപായുഗം. ഈ കൃപായുഗ വിശ്വാസികളെക്കുറിച്ച് പറഞ്ഞത് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ എന്നാണ്. ഞാനൊരു വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. കർത്താവിൻ്റെ ശരീരമായിരിക്കുന്നതാണോ അല്ല കർത്താവിൻ്റെ മണവാട്ടിയായിരിക്കുന്നതാണോ ഏതാണ് ശ്രേഷ്ഠമായ കാര്യമെന്ന് ചോദിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ പ്രിയമുള്ളവരെ, മണവാട്ടി എന്ന് പറഞ്ഞാൽ എപ്പോഴും രണ്ടാം മണവാളനും മണവാട്ടിയും അവർ ഒരു ദേഹമായി തീരും, ഭാര്യയും ഭർത്താവും ഒരു ദേഹമായി തീരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഈ അർത്ഥത്തിലൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. മണവാളനും മണവാട്ടിയും എന്നൊക്കെ പറയുന്നത് എങ്ങനെ കൂട്ടി യോജിപ്പിച്ചാൽ അത് രണ്ടാം. ശിരസ്സും ശരീരവുമോ മാറ്റാൻ പറ്റുമോ? ഇവിടെ നിന്നൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നിലനിൽക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ഇവിടെ പറയുന്നത് അവനെ എല്ലാത്തിൻ്റെയും മീതെ തലയാക്കി എല്ലാം അവൻ്റെ കാൽ കീഴാക്കി വെച്ചു എന്ന് പറഞ്ഞിട്ട് അത് ഫുൾ സ്റ്റോപ്പ് ചെയ്യാതെ താഴേക്ക് പറയുകയാണ്, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ആര് കൊടുത്തു എന്ന്? ഈ പിതാവായ ദൈവം പുത്രനായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു എന്ന്. ഈ മഹത്വം പഴയ നിയമ വിശുദ്ധന്മാർക്ക് ആർക്കും അലങ്കരിക്കാൻ പറ്റില്ല കേട്ടോ. ഈ മഹത്വം സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷകരായിരിക്കുന്ന അപ്പോസ്തലന്മാർക്ക് പോലും വഹിക്കാൻ അവകാശപ്പെടാൻ പറ്റില്ല കേട്ടോ. ഈ മഹത്വം മറ്റാർക്കും ലഭിക്കില്ല കേട്ടോ. ഈ ശരീരമാകുന്ന സഭയുടെ മഹത്വം, അതായത് ക്രിസ്തുവിനോട് തുല്യമായ പദവി, തുല്യമായ അവകാശം, തുല്യമായ അംഗീകാരം, നാം അവൻ്റെ രൂപത്തോട് അനുരൂപരാകുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടെ? ക്രിസ്തു പ്രാപിച്ച അതേ ശാരീരിക മഹത്വമാണ് നമ്മളും പ്രാപിക്കാൻ പോകുന്നത്, അല്ലേ? നമ്മൾ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ പ്രാപിക്കുന്ന ശരീരം എങ്ങനത്തെ ശരീരമാണെന്നറിയാമോ? ക്രിസ്തുവിൻ്റെ സെയിം ശരീരം. ഞാനതൊക്കെ തേജസ്കരണത്തെക്കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കണം. നമ്മൾ അതേ ശരീരം പ്രാപിക്കുന്നത്. അതേ ശരീരം മാത്രമാണോ? മാത്രം മതിയോ? പോരാ. ക്രിസ്തു പ്രാപിക്കുന്ന അതേ അധികാരം, അതേ സ്ഥാനം, ക്രിസ്തു എന്തിനെയൊക്കെ വാഴുന്നോ അതിനെയൊക്കെ നമ്മളും വാഴും.
നോക്കിയേ, നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിനെക്കുറിച്ച് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നതായിരിക്കുന്ന ഒരു വാക്യം, റോമാലേഖനം അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അവൻ്റെ രൂപത്തോട് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. നമുക്ക് കിട്ടാൻ പോകുന്ന തേജസ് എന്താണെന്നറിയാം. എങ്ങനത്തെയാണെന്നറിയാമോ? ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ പ്രാപിച്ചതായിരിക്കുന്ന തേജസ് എന്തോ എങ്ങനത്തേതോ അത് തന്നെ സെയിം എന്ന് പറഞ്ഞാൽ, നട്ടുച്ചയ്ക്ക് സൂര്യനെ വെല്ലുന്ന പ്രകാശം ദമസ്കോസിൽ വെച്ച് കണ്ട പൗലോസ് കണ്ട് താഴെ തകർന്നടിഞ്ഞ് താഴെ വീണത് നിങ്ങൾക്കറിയാമല്ലോ. ആ ക്രിസ്തുവിൻ്റെ തേജസ്സാണ് അവൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് കിട്ടാൻ പോകുന്നത്. വിശ്വസിക്കുമോ നിങ്ങൾ? നമ്മൾ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ വെച്ച് കണ്ടായിരിക്കുന്ന തേജസ് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ വർണ്ണിക്കുന്നില്ല. ഉയ്യോ, അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു എന്നാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്, അല്ലേ? അതേ സെയിം അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ നമ്മെ നിയമിച്ചിരിക്കുന്നു. നാം അവൻ്റെ രൂപത്തിൽ മാത്രമല്ല ക്രിസ്തുവിനോട് സാമ്യപ്പെടുന്നത്, അധികാരത്തിൽ, പദവിയിൽ, സ്ഥാനങ്ങളിൽ, ഭരണത്തിൽ എല്ലാം ക്രിസ്തുവിനോട് അനുരൂപപ്പെടുകയാണ്. കാരണം ശിരസിൻ്റെ സകലതും ശരീരത്തിന് ലഭിക്കുക. നിങ്ങൾക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുമോ? എന്നോട് പലരും ചോദിക്കാറുണ്ട്, ബ്രദറെ, നമ്മൾ സ്വർഗത്തിൽ ചെന്നാൽ എപ്പോഴും ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണോ ചെയ്യുന്നത്? അവിടെ അത് മാത്രമേ പരിപാടിയുള്ളൂ എന്നോട് ചോദിക്കാറുണ്ട്. ദൈവത്തെ ആരാധിക്കുന്നത് കുറഞ്ഞ പരിപാടിയൊന്നുമല്ല കേട്ടോ. അത് അറിയാൻ അങ്ങനെ ചോദിക്കുന്നത്. പക്ഷേ ഞാൻ പറയും, എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പ്രാപിക്കാൻ പോകുന്നതായിരിക്കുന്ന അധികാരത്തെക്കുറിച്ച് എത്ര വർണ്ണിച്ചാലും തിരികെയില്ല. ക്രിസ്തുവിന് കൊടുത്ത അതേ അധികാരമാണ്. 1000 ആണ്ട് ഭൂമിയെ യഹൂദന്മാർ ഭരിക്കുമെന്ന് പറയുമ്പോൾ പലർക്കും സഹിക്കാൻ പറ്റുന്നില്ല. 1000 ആണ്ട് ഭൂമിയെ യഹൂദന്മാർ ഭരിക്കുമ്പോൾ യഹൂദനെ ഭരിക്കുന്ന ആരാ? നിങ്ങളൊന്ന് ചിന്തിച്ച്, ആരാ യഹൂദനെ ഭരിക്കുന്നത്? ആ ഭൂമിയിലെ ഭരണകർത്താക്കളായിരിക്കുന്ന യഹൂദന്മാരെ നിയന്ത്രിക്കുന്നതും ഭരിക്കുന്നു ആരാ? കർത്താവായ യേശു ക്രിസ്തു അല്ലേ? മഹാരാജാതിരാജാവായിരിക്കുന്ന കർത്താവല്ലേ ഭരിക്കുന്നത്? കർത്താവ് ഭരിക്കുന്നുവെങ്കിൽ ആ യഹൂദന്മാരുടെ മേലും ഭരണമുള്ളവർ നമ്മളാണ് ആ യഹൂദന്മാരുടെ മേലും ഭരണമുള്ളവരായിരിക്കുന്നവർ. ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് നമ്മുടെ കർത്താവാണെങ്കിൽ അന്ന് നമ്മളും പറഞ്ഞാൽ ഈ പ്രപഞ്ചം അനുസരിക്കും, നമ്മൾ പറഞ്ഞാലും അനുസരിക്കും ഈ ലോകം. കാരണം നമുക്ക് തന്നിരിക്കുന്നത് അതേ പദവി, അതേ സ്ഥാനം, അതേ അലങ്കാരം, അതേ അംഗീകാരം സ്വർഗത്തിലെ പിതാവ് നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് എഫേസ്യ ലേഖനത്തിൽ ഈ പറയുന്നത്, എൻ്റെ പ്രിയമുള്ളവരെ, സകലത്തെയും നമ്മൾ വാഴും. തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, നിങ്ങൾ ലോകത്തെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ, നിങ്ങൾ ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അതൊക്കെ ഞാൻ പിന്നീട് പറയുന്നുണ്ട്. ലോകത്തെ വിധിക്കും, ദൂതന്മാരെ വിധിക്കുമെന്നറിയുക, ഇതിനൊക്കെയുള്ള പദവി നമുക്ക് കിട്ടിയെന്നേ, നമുക്ക് അധികാരം കിട്ടിയെന്നേ. ഇതാണ് ക്രിസ്തുവിൽ വ്യാപരിച്ച ദൈവശക്തിയുടെ വ്യാപാരത്താൽ സംഭവിച്ചത്. ആ ക്രിസ്തുവിന് കിട്ടിയ എല്ലാ സ്ഥാനങ്ങളും, ആ രൂപം മാത്രമല്ല, ആ രൂപത്തോട് അനുരൂപപ്പെടുന്നുള്ളത് മാത്രമല്ല, അധികാരത്തിലും തുല്യ അധികാരം, തുല്യ പദവി നമ്മളെ മാനിക്കിയ ദൈവം. അതാ ഈ കൃപായുഗത്തിലെ ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ പദവി. നിങ്ങൾ പറ, മണവാട്ടിയായിരിക്കുന്നതാണോ നല്ലത്? അതെയോ കർത്താവിൻ്റെ ശരീരമായിരിക്കുന്നതാണോ നല്ലത്? ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇത്ര വലിയ മഹത്വത്തിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ മനസ്സിലാക്കുക. ഈ എഫേസ്യ ലേഖനം ഞാൻ എന്തിനാ ഈ 15 മുതൽ വായിച്ചേ? ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, 20-ാമത്തെ വാക്യം തൊട്ട് പറഞ്ഞാൽ പോരെ? അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു തൊട്ട് പറഞ്ഞാൽ പോരെ? സ്വർഗീയ നിത്യ പ്രത്യാശയല്ലേ നമ്മുടെ വിഷയം, അത് മാത്രം പറഞ്ഞാൽ പോരെ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും. പോരാ, അത് പൂർത്തിയാകുകയില്ല. ഈ സെൻറ്റൻസ് മുഴുവൻ നോക്കണം. എഫേസോസിലെ വിശുദ്ധന്മാരോട് പറഞ്ഞു, അവനെക്കുറിച്ചുള്ളായിരിക്കുന്ന പരിജ്ഞാനം നിങ്ങൾ അറിയണം, നിങ്ങൾ ആ പരിജ്ഞാനത്തിൽ വളരണം. പിന്നെ പറഞ്ഞു, അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നിങ്ങൾ അറിയണം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ അവൻ്റെ വിളിയാലുള്ള ആശ എന്താണെന്ന് മനസ്സിലായോ? സ്വർഗത്തിലേക്ക് നമ്മളെ വിളിച്ചപ്പോൾ ഉള്ളായിരിക്കുന്ന ആ വിളിയുടെ ആശ എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായോ? നമ്മുടെ ആശ എന്താ? നമ്മുടെ പ്രത്യാശ. ആശ എന്ന് മാത്രം പറഞ്ഞാൽ മനസ്സിലാകില്ല. നമ്മുടെ പ്രത്യാശ എന്താ? ക്രിസ്തുവിന് തുല്യമായിരിക്കുന്ന സ്ഥാനമാനങ്ങളും പദവികൾ, അലങ്കാരങ്ങളും അവിടേക്ക് അങ്ങ് ചെല്ലുമ്പോൾ കിട്ടുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, എൻ്റെ വാക്കുകളുമല്ല, ഞാൻ അഹങ്കാരം കൊണ്ട് പറയുന്നതുമല്ല, ഞാൻ താഴ്മ കൊണ്ട് പറയുക. ക്രിസ്തുവിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് പറയുന്നത്. അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നിങ്ങൾ അറിയണം. പിന്നെ പറഞ്ഞു, വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാതനം ഇന്നതെന്ന് നിങ്ങൾ അറിയണം. നമ്മളിലെ ദൈവത്തിൻ്റെ അവകാശമുണ്ടല്ലോ, നമ്മളെ
ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തതിൻ്റെ അവകാശമുണ്ടല്ലോ, ആ അവകാശം കൊണ്ട് നമ്മൾ ക്രിസ്തുവിൻ്റെ സെയിം അധികാരത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. നാലാമത് പറഞ്ഞു, നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം ഇന്നത് നിങ്ങൾ അറിയണം എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ തന്നെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. നമ്മളിൽ വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം. നമ്മളാരും നിസ്സാരന്മാരല്ല കേട്ടോ, നമ്മളാരും നിസ്സാരന്മാരല്ല. ദൈവത്താൽ കാക്കപ്പെടുന്ന, ദൈവത്താൽ സൂക്ഷിക്കപ്പെടുന്ന, ദൈവത്താൽ പുലർത്തപ്പെടുന്ന, ദൈവത്താൽ നയിക്കപ്പെടുന്ന, ദൈവത്തിൻ്റെ കരുതലും കണ്ണുമുള്ളതായിരിക്കുന്ന വ്യക്തികളാണ് നമ്മൾ. ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞു, അവിടെ ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ആ ഇസ്രായേലിന് ചുറ്റും എൻ്റെ കണ്ണുണ്ടാകും, കാതുണ്ടാകും എന്ന് പറഞ്ഞു. ഇന്ന് അതിനേക്കാൾ എത്രമാത്രം വലിയ വിധത്തിലാണ് നമ്മളെ ദൈവം പോറ്റുന്നത്. ആ നമ്മളിൽ വ്യാപരിക്കുന്ന അതേ ദൈവശക്തി ക്രിസ്തുവിലും വ്യാപരിച്ചിട്ടാണ് അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തി ഇത്രയും വലിയ പദവിയിലേക്ക് കൊണ്ടെത്തിച്ചതെങ്കിൽ അത് അവൻ്റെ ശരീരമാകുന്ന സഭയ്ക്കും കൊടുക്കുന്നു. ഇതാണ് ഈ വേദഭാഗത്തിൻ്റെ അർത്ഥം. സ്വർഗീയ പ്രത്യാശ നിറയുമോ നമ്മൾ സകലത്തെയും വാഴും, ക്രിസ്തുവിനോട് കൂടെ വാഴും. ക്രിസ്തു നമ്മുടെ രാജാവായിരിക്കും. നാം ക്രിസ്തുവിനോട് കൂടെ സകലത്തെയും വാഴുന്നവരായിത്തീരും. എൻ്റെ പ്രിയമുള്ളവരെ, പ്രത്യാശയോടെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ നിങ്ങളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആമേൻ.